വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ മാത്സിൻ്റെ പുതിയ ടെസ്റ്റ് ആവും നിങ്ങളെ. ഒന്നാമത്തെ ചാപ്റ്റർ ആംഗിൾസ് അല്ലെ കോണുകൾ എന്നാണ്. ഫസ്റ്റ് പാർട്ട് ഞാൻ ഇട്ടതാണ്. ഫസ്റ്റ് പാർട്ട് തന്നെ ഈ നോട്ടാണ്. പോയിന്റ് എന്നാൽ എന്താണ്, ലൈൻ സെഗ്മെന്റ് എന്താണ്, ലൈൻ എന്നാൽ എന്താണ് കേട്ടോ. ഇതൊക്കെ എന്താണെന്ന് പഠിച്ചിട്ട് വേണം നമുക്ക് ടെസ്റ്റിലോട്ട് കയറാൻ. അത് നമ്മൾ ഇതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് നിങ്ങൾ ആ ലിങ്ക് കണ്ടില്ലെങ്കിൽ കയറി കാണണേ നിങ്ങൾ കേട്ടോ. അതെ, റേ എന്നാൽ എന്ത്, അപ്പോൾ ആംഗിളുകൾ, നമ്മുടെ പാഠത്തിൻ്റെ പേര് ആംഗിൾസ് അല്ലെ കോണുകൾ എന്നാണ് കേട്ടോ. കോണിൻ്റെ തണ്ട് ഈ മൂലഭാഗത്തിനെ അല്ലെ കോർണർ ഭാഗത്തിനെ വെർട്ടെക്സ് എന്നും ഈ രണ്ട് പോകുന്നതിനെ ഈ രണ്ട് റേസുകൾ എന്നാണ് കേട്ടോ. അതൊക്കെ പറഞ്ഞതാണ്, കണ്ടില്ലെങ്കിൽ കയറി കാണണേ നിങ്ങളെ. ആംസുകൾ എന്നാണ് കേട്ടോ. ഓക്കെ ആണോ? അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പം നമ്മൾ ആംഗിളുകളെ കുറിച്ച് പഠിക്കുമ്പോൾ എന്തിൻ്റെ ഈ പൊട്രാക്ടർ അല്ലെങ്കിൽ കോൺമാപിനി എന്താന്നൊക്കെ ഒന്ന് പഠിച്ചതാ ഇല്ലേ, പഠിച്ചല്ലോ. അപ്പം അതിൻ്റെ 40 ഡിഗ്രി, ഈ ഡിഗ്രി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ, അത് ഞാൻ പറഞ്ഞായിരുന്നോ. ഇപ്പം 50 50 ഇട്ടിട്ടാണ്ട് ഈ മേളിൽ ഈ 0 ഇടുന്നതിനെയാണ് നമ്മൾ ഡിഗ്രി എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പം 60 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 ഇട്ടിട്ട് മേളിൽ ഇങ്ങനെ 0 ഇടുന്നതിനാണ് 60 ഡിഗ്രി കേട്ടോ. ഇതിനെ നമ്മൾ എന്താ പറയുന്നത് കണ്ടോ, ഇത് കണ്ടോ, ആംഗിൾ എന്താ പറയുന്നത്, ആംഗിളുകൾ കേട്ടോ. ഇപ്പം കണ്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ അത് 40 ഡിഗ്രിയുള്ള ആംഗിളാണ്. പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞായിരുന്നു, നമ്മൾ പേരിടിയിലൊക്കെ നടത്തിയായിരുന്നു. ആംഗിളിൻ്റെ പേര് കൊടുക്കുമ്പോൾ നടുക്ക് വരുന്നത് എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞപ്പം ആ വൈ വേണം ആ വെർട്ടെക്സ് ആ മൂലഭാഗത്ത് വരാം കേട്ടോ. ഇപ്പം നമ്മൾ ഈ ആംഗിളിന് ഒരു പേര് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കൊടുക്കാം, എക്സ് ഇവിടെ, വൈ ഇവിടെ, ഇസഡ് ഇവിടെ അല്ലേ. അല്ലെങ്കിൽ നമുക്ക് എക്സ് ഇവിടെ, വൈ ഇവിടെ, ഇസഡ് ഇവിടെ, എങ്ങനെയാണ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ എന്തുവായാലും എന്താ അവിടെ വന്നത്, വൈ ആണ് അതിൻ്റെ കോർണർ ഭാഗത്ത് വന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ? ആംഗിളുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. അതായത് ഇപ്പം ഒരു ആംഗിൾ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് വരയ്ക്കുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു. ആദ്യമേ നമ്മളൊരു വര വരയ്ക്കുക കേട്ടോ. ആ വരയുടെ പൊട്രാക്ടർ ഈ ഭാഗത്താണ് വെക്കുന്നതെങ്കിൽ നമ്മൾ ഇവിടെ നിന്നും അങ്ങോട്ടാണ് എടുക്കേണ്ടത് കേട്ടോ. ഇവിടാണ് പൊട്രാക്ടർ വെക്കുന്നതെങ്കിൽ ഇവിടെ കാണുന്ന 0, 10, 20 അങ്ങനെ വേണേ കുഞ്ഞുങ്ങളെ എടുക്കാൻ, തിരിഞ്ഞു പോകല്ലേ. അഥവാ പൊട്രാക്ടറിൻ്റെ ഞാൻ അത് പഠിപ്പിച്ചതാണ്. അവിടെ സൂര്യൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനകത്തുള്ളാണ്ട് ഇങ്ങനൊരു കണ്ടോ, ഇങ്ങനെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ പോയിന്റിൽ തന്നെ വെക്കണം കേട്ടോ. ഇനി ഇവിടെയാ വെക്കുന്നതെങ്കിലോ ഇപ്പുറത്തു നിന്നുള്ള 0, 10, 20 എന്നുള്ളത് എടുക്കണമെന്ന് കേട്ടോ. ഓക്കെ ആണല്ലോ കുഞ്ഞുങ്ങളെ. നമ്മളപ്പോൾ അതൊക്കെ പഠിച്ചു. അതൊക്കെ എൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ചു കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത്രയും നമ്മൾ പഠിച്ചു. അപ്പോൾ നോക്കിയേ, പാർട്ട് 2 അത് നല്ലപോലെ കയറി കാണണേ കുഞ്ഞുങ്ങളെ കേട്ടോ. അത് കണ്ടതിന് ശേഷമേ നമ്മളിത് കാണാവൂ കേട്ടോ. നമ്മൾ പഠിച്ച 2 വരകൾ ഒരു ബിന്ദുവിൽ മുട്ടുമ്പോഴാണ് അവിടെ കോൺ ഉണ്ടാകുന്നു എന്ന് നമ്മൾ ഇപ്പം പഠിച്ചു അല്ലേ കുഞ്ഞുങ്ങളെ. 2 വരകൾ നല്ലപോലെ കണക്ക് കാണാതെ പഠിക്കരുത്, മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളത്. 2 വരകൾ ഒരു ബിന്ദുവിൽ മുട്ടുമ്പോഴാണ് അവിടെ കോൺ ഉണ്ടാകുന്നത്. 2 ലൈൻ മീറ്റ് അറ്റ് എ പോയിന്റ്. ഞാൻ റഫായിട്ടൊന്ന് എഴുതി വെച്ചതാ കേട്ടോ. നോക്കിയേ കുഞ്ഞുങ്ങളെ, ഇവിടെ ഈ ഒരു ലൈനും നോക്കണേ, ഈ ഒരു ലൈനും കൂടി കൂട്ടിമുട്ടിയപ്പോൾ എന്താണ്ട് ഇവിടെ ഒരു ആംഗിൾ ഉണ്ടായി അല്ലേ. അതുപോലെ ഈ ഒരു ലൈനും ഈ ഒരു ലൈനും കൂടെ കൂട്ടിയപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടായി അല്ലേ. ഇങ്ങനെ ആംഗിൾ, ഇവിടെ ഒരു ആംഗിൾ, ഈ ഒരു ലൈനും ഈ ഒരു ലൈനും കൂടെ കൂട്ടിമുട്ടിയപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടായി അല്ലേ. ഇതോ ഇവിടെ ഒരെണ്ണം ഉണ്ടായി. അപ്പോൾ മൊത്തം ഇവിടെ എത്ര ആംഗിൾ ഉണ്ടായെന്നാണ് നിങ്ങളുടെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. എത്ര ഉണ്ടാവും കുഞ്ഞുങ്ങളെ? ഇവിടെ നമുക്ക് 4 കോണുകൾ അല്ലെങ്കിൽ 4 ആംഗിളുകൾ ഉണ്ടായി കേട്ടോ. ഇതെന്താ, പാരലോഗ്രാം, സാമാന്ത്രികത്തെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങളെ? പാരലീലോഗ്രാം സ്പെല്ലിങ് നല്ലപോലെ അറിയണം കേട്ടോ. അപ്പോൾ സാമാന്തരികം കേട്ടോ എന്ന് വെച്ചാൽ 4 സൈഡുള്ളതാണ്. അതിനെക്കുറിച്ചൊക്കെ ഒരു ചാപ്റ്റർ തന്നെയുണ്ട് നമുക്ക് 9ലും 8ലും ഒക്കെ പഠിക്കാൻ. അത് പോട്ടെ കുഞ്ഞുങ്ങളെ. ഇത് നോക്കിക്കേ, ചതുരമാണ് അല്ലേ. ചതുരം എന്ന് വെച്ചാൽ റെക്റ്റാങ്കിളാണ്. ഈ റെക്റ്റാങ്കിളിൻ്റെയും സ്ക്വയറിൻ്റെയും ഒക്കെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ കുഞ്ഞുങ്ങളെ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ 4 മൂലകളും 4 മൂലകളും പെർപെൻഡിക്കുലർ എന്ന് വെച്ചാൽ ലംബം എന്ന് വെച്ചാൽ നേരെയായിരിക്കും. മനസ്സിലായോ? ഒരു ചതുരത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു സ്ക്വയറിൻ്റെയോ, ചതുരം തന്നെ നമുക്കിവിടെ എടുക്കാം, ചതുരം കേട്ടോ. റെക്റ്റാങ്കിളിൻ്റെ 4 കോർണറുകളും എപ്പോഴും നോക്കിക്കേ, നേരെ ഇരിക്കുന്നതിനായി പെർപെൻഡിക്കുലർ ലംബം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ. നമ്മൾ നേരെ വരയ്ക്കത്തില്ലേ? എന്താണെന്ന് സംശയമുണ്ടോ? നേരെ ഇങ്ങനെ വരയ്ക്കുന്നതിനെ അതുകൊണ്ട് ഇങ്ങനെ ഒരു കട്ട കണ്ടോ, ഈ ഒരു കട്ട കണ്ടോ, ഈ കട്ടയുടെ അർത്ഥം അത് നേരെയാണെന്നാ. അതേപോലെ ചരിഞ്ഞായിരുന്നേതാണ്ട് നമ്മളിങ്ങനെ ആംഗിൾ കണ്ടോ, ചരിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ ആംഗിൾ എന്ന് ഇത് മറക്കല്ലേ കേട്ടോ. ഇങ്ങനെ ഈ ഇത് വന്നത്. അതേപോലെ ഇവിടെ നോക്കിയാൽ 90 ഡിഗ്രി ആയതുകൊണ്ട് അവിടെ കുഞ്ഞുങ്ങളെ ഒരു കട്ട കണ്ടോ, കട്ട പോലെ കൊടുക്കണം കേട്ടോ. എന്തുവാണെന്നറിയോ, ലംബം പെർപെൻഡിക്കുലർ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ അത് കൊടുക്കുന്നത് കേട്ടോ. അല്ലാതെ മറ്റൊന്നുമല്ല, നേരെ ഇരിക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇത് 90 ഡിഗ്രിയാണ്, ഇത് 90, 4 വശവും 90 ആണ് അല്ലേ. അപ്പോൾ അതൊരു പെർപെൻഡിക്കുലർ ലംബം എന്നൊക്കെയാണ് പറയുന്നത്. നേരെ ഇരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അത്രയും
ഓക്കെ ആണോ? അപ്പോൾ ആംഗിളുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ആംഗിളുകൾ വരയ്ക്കുന്നത് എങ്ങനെയാണ്, ഒരു പ്രൊട്രാക്ടറിൽ എടുത്ത് വരയ്ക്കുന്നത് എങ്ങനെയാണെന്നൊക്കെയാണ് ഇതുവരെ നമ്മൾ പറഞ്ഞത്. ഇനി ഈ ആംഗിളുകൾ പല വിധമുണ്ട്. നമ്മൾ ഈ പ്രൊട്രാക്ടർ എടുത്ത് വരയ്ക്കുക എന്ന് പറഞ്ഞല്ലോ ഞങ്ങളെ, ഇത് പല വിധമുണ്ട് കേട്ടോ. എങ്ങനെയൊക്കെയാണെന്നറിയോ? നമുക്ക് പ്രധാനമായിട്ടും അറിയേണ്ടത് അക്യൂട്ട് ആംഗിൾ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നും പറയാം കുഞ്ഞുങ്ങളെ, ശ്രദ്ധിച്ചിരുന്നോണേ. അക്യൂട്ട് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ? 90 ഡിഗ്രിയേക്കാൾ, ഈ 90 ഡിഗ്രി 90 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ മുമ്പ് പറഞ്ഞതാ അല്ലേ? നമ്മുടെ പ്രൊട്രാക്ടറിൽ നേരെ ഇരിക്കുന്ന ഈ 90 എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഈ 90, ഈ 90-നെയാണ് അല്ലെ 90 ഡിഗ്രിയെയാണ് നമ്മൾ എന്താ പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ എന്നൊക്കെ പറയും കേട്ടോ. അതവിടെ നിൽക്കട്ടെ. അക്യൂട്ട് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 90-നേക്കാൾ കുറവായിരിക്കും. നമ്മൾ ഈ പ്രൊട്രാക്ടറിൽ എടുക്കുമ്പോൾ, പ്രൊട്രാക്ടർ കണ്ടല്ലോ, ഈ പ്രൊട്രാക്ടറിൽ എടുക്കുമ്പോൾ ദാണ്ട് ഇവിടുത്തെ 0 മുതൽ, ഈ 0 ഉണ്ടാവും നിങ്ങളെ, ഈ 0 മുതൽ ഇങ്ങനെ പോയി 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 നമ്മൾ ഈ 90 വരെ ചെല്ലുമല്ലോ. പക്ഷേ 90 വരെ ചെല്ലത്തില്ല, 89 വരെയും എന്താ ഈ അക്യൂട്ട് ആംഗിളാണ്. എന്താണ് ന്യൂനകോണം എന്ന് വെച്ചാൽ ഇത്രയും മാത്രം ഓർത്താൽ കുഞ്ഞുങ്ങളെ, 90 ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ, മനസ്സിലായോ? അത്രയും മാത്രം ഓർത്താൽ മതി. 90 ഡിഗ്രി ലെസ് ദാൻ, ഈ ലെസ് ദാൻ എന്നൊരു വാക്ക് ഓർത്തോണം. 90 ഡിഗ്രി ലെസ് ദാൻ, 90 ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് അക്യൂട്ട് ആംഗിൾ അല്ലെങ്കിൽ ന്യൂനകോൺ. അത് വരയ്ക്കുന്നത് കണ്ടോ? 90 ഡിഗ്രിയേക്കാൾ എന്താണ് കുറവാണ്. ഇത് നോക്കിക്കേ, നമ്മുടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് നോക്കിക്കേ, കണ്ടോ? 90 എന്ന് വെച്ചാൽ നേരെ ഇരിക്കണ്ടായോ? അപ്പോൾ അതിനെ കുറവാണ്. അതെ, ഇതും കണ്ടോ, ഇത് വല്ലതും 90 ചെല്ലുന്നുണ്ടോ നോക്കിക്കേ, ഒന്നുമില്ല. അപ്പോൾ 90 ഡിഗ്രി ലെസ് ദാൻ, മനസ്സിലായല്ലോ? മറക്കല്ലേ, അക്യൂട്ട് ആംഗിൾ എന്താണെന്ന് നോക്കിയാണല്ലോ. അടുത്ത റൈറ്റ് ആംഗിൾ. നമ്മളിപ്പോൾ പറഞ്ഞു റൈറ്റ് ആംഗിൾ, ഇറ്റ് ഈസ് ആൻ ആംഗിൾ ഈസ് മെഷർ 90 ഡിഗ്രി, 90 ഡിഗ്രി ഉള്ള അല്ലേ? അതെ, കണ്ടോ? പ്രൊട്രാക്ടറിൻ്റെ 90 ഡിഗ്രി എന്ന് വെച്ചാൽ നേരെ ഇരിക്കുന്നത്, ഈ 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ലംബം എന്നൊക്കെ മുമ്പ് പറഞ്ഞു കേട്ടില്ലയോ നിങ്ങളെ? 90 ഡിഗ്രി, ഇതിനെ എന്ത് പറയുന്നത്? റൈറ്റ് ആംഗിൾ. ദാണ്ടേ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞ എക്സാമ്പിൾ വരച്ചിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ? നമ്മുടെ ഈ താഴത്തെ വരയുണ്ടല്ലോ, ഈ താഴത്തെ വര 0-യിലായിരിക്കണം. നല്ലപോലെ മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. ഈ താഴെ മുമ്പ് നമ്മൾ സൂര്യൻ്റെ ഒക്കെ കാര്യം പറഞ്ഞില്ലേ, അതിനകത്തുള്ളൊരു പ്ലസ് എന്ന് പറഞ്ഞില്ലേ, അണ്ട് അത് 0-യിലായിരിക്കണം താഴത്തെ ലൈൻ, മുകളിലോട്ട് പോകുന്ന ലൈൻ 90-യിലും ആയിരിക്കണം. അങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് പറയുന്നത്? റൈറ്റ് ആംഗിൾ എന്ന് പറയും. മനസ്സിലായോ? റൈറ്റ് ആംഗിൾ എന്ന് പറയും. ഇറ്റ് ഈസ് ആംഗിൾ മെഷർ 90 ഡിഗ്രി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ, ക്ലൂ ഓർത്ത് വെച്ചാൽ മതി. 90 ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ അതിനെ അക്യൂട്ട് ആംഗിൾ അല്ലെങ്കിൽ ന്യൂനകോണം എന്ന് പറയുന്നു. 90 ഡിഗ്രിയുള്ള ആംഗിളിനെ എന്താ കണ്ടോ, പടം കണ്ടോ? 90 ഡിഗ്രിയുള്ള ആംഗിളിനെ മട്ടകോൺ അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ എന്നും പറയുന്നു. അടുത്ത മൂന്നാമത്തെ ആളാണ് ഒബ്റ്റ്യൂസ് ആംഗിൾ. അപ്പോൾ എന്താ, അത് കേൾക്കുമ്പോഴേ നമുക്കറിയാം എന്താ, ഈ 90യേക്കാൾ കൂടുതലുള്ളത് അല്ലേ? 90യേക്കാൾ കുറവുള്ളതിനെ നമ്മൾ ന്യൂനകോൺ അല്ലെ അക്യൂട്ട് എന്ന് പറഞ്ഞു. 90 ഡിഗ്രി ഉള്ളതിനെ നമ്മൾ മട്ടകോൺ അല്ലെ റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞു. അപ്പോൾ 90-നേക്കാൾ കൂടുതലല്ലേ കുഞ്ഞുങ്ങളെ ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയുന്നത് അല്ലെ? ബൃഹത് കോൺ. മലയാളം എന്താണ്ട്? ബൃഹത് കോൺ. ഒബ്റ്റ്യൂസ് ആംഗിൾ ഈസ് ആൻ ആംഗിൾ ദാറ്റ് മെഷർ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി, 90-നേക്കാൾ കൂടുതൽ, പക്ഷേ ലെസ് ദാൻ 180 എന്ന് വെച്ചാൽ നമ്മുടെ പ്രൊട്രാക്ടർ നോക്കൂ നിങ്ങളെ, 180 ആണ്. ഇവിടെ ഒക്കെ 0 മുതൽ ഇങ്ങനെ പോയി 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 180 വരെയാണ് വരണ്ടേ അല്ലേ? അപ്പം നമ്മൾ പറഞ്ഞു 90 ഡിഗ്രിയേക്കാൾ, ഈ 90-നേക്കാൾ കൂടുതലായിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്തിൽ എത്ര? 100 ആവാം, 110 ആവാം, 120, 130, 140, 150, 160, 170. കണ്ടോ? അങ്ങനെ നമ്മളിങ്ങനെ വന്ന് ഈ 179 വരെയൊക്കെയും വരാം. പക്ഷേ 180 ആവാൻ പാടില്ല. അതാ പറഞ്ഞത്, 90-നും 180-നും ഇടയിലുള്ള കേട്ടോ. 90-നേക്കാൾ 90-നേക്കാൾ കൂടുതലുമായിരിക്കണം, 180-നേക്കാൾ കുറവുമായിരിക്കണം. ഇപ്പോൾ പിടികിട്ടിയോ? എളുപ്പമല്ലേ പഠിക്കാൻ? എന്താ 90 ഡിഗ്രിയേക്കാൾ കുറവ് കാണാതൊക്കെ ഇപ്പം തന്നെ പഠിച്ചോ, പിന്നത്തേക്ക് മാറ്റണ്ടാവും നിങ്ങളെ. ഇതൊക്കെ റഫായിട്ടൊന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ള. 90 ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ അതിനെ അക്യൂട്ട് ആംഗിൾ എന്നും, 90 ഡിഗ്രി ഉള്ള ആംഗിളിനെ റൈറ്റ് ആംഗിൾ എന്നും, 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണെങ്കിൽ അതിനെ ബൃഹത് കോൺ അല്ലെങ്കിൽ ഒബ്റ്റ്യൂസ് ആംഗിൾ എന്നും പറയുന്നു. അങ്ങനെ ആംഗിൾ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ നിങ്ങളെ, ഈ 180 ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ 180 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അറിയോ, നമ്മുടെ പ്രൊട്രാക്ടറാണ് ഈ 180 കേട്ടോ. ഇത് ഇത്രയും എന്താ 180, അതിനെ നമ്മൾ സ്ട്രെയിറ്റ് ആംഗിൾ എന്നാണ് പറയുന്നത്. എന്താ കുഞ്ഞുങ്ങളെ? സ്ട്രെയിറ്റ് ആംഗിൾ എന്നാണ് പറയുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് ഇതിനകത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എഴുതാതെ സ്ട്രെയിറ്റ് ആംഗിൾ. അപ്പം നിങ്ങൾ ചോദിക്കും, ഞങ്ങൾക്ക് ഈ 240 250 ഒക്കെ തന്നു കഴിഞ്ഞാൽ പ്രൊട്രാക്ടറിൽ ആകെ 180 ഉള്ളോ? അങ്ങനെ ഒരു സംശയം വരത്തില്ലയോ നിങ്ങളെ? അതായത് പ്രൊട്രാക്ടറിൽ നമുക്ക് തന്ന ഈ പ്രൊട്രാക്ടർ നോക്കിയേ, ഇതിനകത്തിൽ 180 180 വരെ വരുന്നുള്ളൂ. നിങ്ങൾക്ക് ആ സംശയം ഉണ്ടാകുന്നുണ്ടോ? അപ്പോൾ ഈ 185 200 250 ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യും?
അങ്ങനെയുള്ള ആംഗിളിനെ റിഫ്ലക്സ് ആംഗിൾ എന്നാണ് പറഞ്ഞത്. എന്താ നിങ്ങളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പൊട്രാക്ടർ കണ്ട് ഇങ്ങനെ 180 വരെ എടുത്തിട്ടേ ഈ പൊട്രാക്ടർ നേരെ തല തിരിച്ച് ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി. മനസ്സിലായോ? ഇപ്പം നമുക്ക് 200 ആണെങ്കിൽ ഈ 180ൻ്റെ കൂടെ അല്ലേ 20 കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് എത്ര വരുന്നത്? 200 വരുന്നത് അല്ലയോ നിങ്ങളെ? കാരണം ഓൾറെഡി ഇവിടെ 180 നമുക്ക് കിട്ടി. ആ 180ൻ്റെ കൂടെ നമ്മളിങ്ങനെ പൊട്രാക്ടർ മുമ്പ് നമ്മൾ വെച്ച പോലെ സൂര്യൻ അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് 180 വരെ മുമ്പ് നമുക്ക് കിട്ടിയില്ലേ? അതിൻ്റെ കൂടെ 20 കൂടെ കൂട്ടുമ്പോൾ 20 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0, 10, 20 ഈ 20 കൂടെ അതിൻ്റെ കൂടെ കൂട്ടുമ്പോൾ അപ്പോൾ ഇങ്ങനെ വരും. അതുകൊണ്ട് ഇങ്ങോട്ട് കൂട്ടുമ്പോൾ എന്താ ഇവിടുന്ന് ഇത്രയും ഭാഗം മനസ്സിലായോ? എത്ര? 180 അല്ല 200 ഡിഗ്രി. മനസ്സിലായോ? അതായത് മനസ്സിലായോ നിങ്ങളെ? അതായത് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതായി നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സംശയം ഉണ്ടായാലോ 180 കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യും എന്നൊക്കെ ഒരു ഡൗട്ട് വന്നാൽ അല്ലേ, അതുകൊണ്ട് ചോദിച്ചതാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പം 180 കൂടുതലുള്ള ആംഗിൾ ചോദിക്കുക. 180 ആണെങ്കിൽ അത് സ്ട്രെയിറ്റ് ആംഗിളാണ്. 180 കൂടുതലാണെങ്കിൽ അത് റിഫ്ലക്സ് ആംഗിളാണ് കേട്ടോ. അതൊക്കെ റഫായിട്ട് അറിഞ്ഞിരുന്നു. നമുക്ക് എന്താ ഒന്ന് അറിഞ്ഞിരിക്കുന്നതല്ലേ അല്ലേ? ഓക്കെ. അടുത്ത നമുക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യനിലോട്ട് കയറാം. ഇതുവരെ നമുക്ക് റഫായിട്ടുള്ള കാര്യങ്ങൾ ആംഗിൾ എന്താണ്, കോണുകൾ എന്താണ്, ആംഗിൾ എന്താണെന്നൊക്കെ ഇതുവരെ പഠിച്ചു. ആംഗിൾ 3 വിധം നമ്മൾ പഠിച്ചു. 4ാമത്തെ സ്ട്രെയിറ്റ് ആംഗിൾ, റിഫ്ലക്സ് ആംഗിളും ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കണേ നിങ്ങൾ കേട്ടോ. 180 കൂടുതലുള്ള റിഫ്ലക്സ് ആംഗിൾ. ഇനി നിങ്ങളുടെ ടെസ്റ്റിൽ ദാണ്ട് ഇങ്ങനെ ഒരു പടം തന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചെയ്ത് വെച്ച രീതി അനുസരിച്ച് ഇപ്പം നമ്മൾ ചെയ്തായിരുന്നല്ലോ, ആ രീതി അനുസരിച്ച് നമ്മൾ ഈ ആംഗിളിനെ നമുക്ക് എങ്ങനെ പറയും നോക്കി കഴിഞ്ഞാൽ ഇത് 90 ഡിഗ്രിയേക്കാൾ കുറവല്ലേ? അതായത് ചെറുതാണ്, ചെറിയ ആംഗിളാണ് അല്ലേ? ചെറിയ ആംഗിളും വലിയ ആംഗിളും എന്നൊക്കെയും പറയുന്നുണ്ട് അല്ലേ? അപ്പം ഇത് 90നേക്കാൾ കുറവാണെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് പറയും? 90നേക്കാൾ ഇപ്പം നമ്മൾ പഠിച്ചല്ലേ എന്താ? ന്യൂനകോണല്ലേ, അക്യൂട്ട് ആംഗിൾ എന്നല്ലേ കുഞ്ഞുങ്ങളെ പറയുന്നത്. ഇതിൻ്റെ പേരെന്താ? അക്യൂട്ട് ആംഗിൾ അല്ലെങ്കിൽ ന്യൂനകോൺ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? അക്യൂട്ട് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സ്കെയിൽ വെക്കുക. നമ്മൾ മുമ്പ് പഠിച്ചതാണ്. എന്താ? 0യിൽ പൊട്രാക്ടർ വെക്കുക. ഏകദേശം കാരണം ടെസ്റ്റിലൊരു മെഷർ നമുക്ക് തന്നിട്ടില്ല. അപ്പം ഏകദേശം ഇത് പറഞ്ഞാൽ മതി. ടെസ്റ്റിൽ ഇത് നിങ്ങളൊന്ന് വരയ്ക്കാനുള്ളത് നിങ്ങൾ ടെസ്റ്റിൽ പൊട്രാക്ടർ താണ്ടി ഇങ്ങനെ തന്നെ വെക്കണം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂര്യൻ്റെ അവിടെ ഒരു പ്ലസ് ഉണ്ട്. അത് അവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പം കാണാമല്ലോ. കണ്ടോ? ആ വെച്ചേക്കുന്ന നോക്കണേ. 0യിൽ തന്നെ വെക്കണം കേട്ടോ. എന്നിട്ട് എന്താ നമ്മൾ ഇത് കണ്ടോ? ഞാനിവിടെ ഏകദേശം എനിക്ക് 60 കിട്ടിയത്. ഇനി നിങ്ങൾ വെക്കുമ്പോൾ എത്രയാണെന്ന് വെച്ചാൽ അത് എഴുതിയാൽ മതി കേട്ടോ. മനസ്സിലായോ? നിങ്ങളുടെ ബുക്ക് ടെസ്റ്റിൽ റഫായിട്ട് ഇതുപോലൊരു പടം തന്നിട്ടുണ്ട്. ചിലപ്പോൾ ഈ പടം തന്നിട്ട് ഇത് ഏത് എന്താ ആംഗിൾ ആണെന്ന് ചോദിച്ചാൽ എന്താ 90 ഡിഗ്രിയേക്കാൾ കുറവായതുകൊണ്ട് അത് അക്യൂട്ട് ആംഗിൾ അല്ലെങ്കിൽ ന്യൂനകോണാണ്. ഓക്കെ ആണോ നിങ്ങളെ? ഓക്കെ ആണല്ലോ? ഞാനിവിടെ മെഷർ എഴുതുന്നില്ല, കാരണം നിങ്ങളുടെ ടെസ്റ്റിൽ അത് വെച്ചിട്ട് എഴുതാണ് കേട്ടോ. ഇവിടെ എനിക്ക് 60 കിട്ടിയേ, നിങ്ങൾക്ക് 60 ആവണമെന്നില്ല. നിങ്ങളുടെ പൊട്രാക്ടർ പിടിക്കാൻ അറിയാൻ വേണ്ടിയാണ് കുഞ്ഞുങ്ങളെ അത് പറയുന്നത്. നിങ്ങൾക്കത് അറിയാമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയാണ് കേട്ടോ. ഇത് വെച്ചാൽ പൊട്രാക്ടർ വെച്ചിട്ട് അപ്പം നിങ്ങൾ ഓർത്താൽ മതി. ഇവിടെ ഇങ്ങോട്ട് 0യിലാണ് കേട്ടോ. അത് ഓർത്തോണേ. ഇനി നോക്കി ഇപ്പുറത്ത് ഒരെണ്ണം കൊണ്ട് നോക്കൂ കുഞ്ഞുങ്ങളെ. നേരെ ആണെങ്കിൽ അത് 90 ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പം നോക്കിയേ, അത് ലാർജ് ആംഗിളാണ്, ഒരു വലിയ ആംഗിളാണ് അല്ലേ? ഇതെന്താ? ചെറുതെന്ന് ഉദ്ദേശിച്ചത് 90നേക്കാൾ കുറവാണ്. ഇത് നോക്കിയേ, നേരെ 90നേക്കാൾ കൂടുതലാണ്. അപ്പോൾ അത് ഒബ്റ്റ്യൂസ് ആംഗിളാണ് അല്ലേ? ബൃഹത് കോണാണ്. അതിൻ്റെ ഒരളവ് ഏകദേശം വെക്കാൻ അറിയാമേ. കണ്ടേ? ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ? നോക്കിയേ, ഇതെത്ര വന്നേക്കുന്നത്? 145ഓളം വരുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ 90നും 180നും ഇടയ്ക്കാണ് ആര് വരുന്നത്? ബൃഹത് കോൺ അല്ലെങ്കിൽ ഒബ്റ്റ്യൂസ് ആംഗിൾ വരുന്നത് കേട്ടോ. അത് റഫായിട്ട് നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് തന്നിരിക്കുന്നത്. ഓക്കെ ആണോ നിങ്ങൾ? അത്രയും അതുപോലെ നിങ്ങൾ ചെയ്ത് പഠിക്കണം എന്നാ പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് ടെസ്റ്റിലെ പേജ് നമ്പർ 13 ചുവടെ വരച്ചിരിക്കുന്ന ചിത്രങ്ങൾ നോട്ട് ബുക്കിൽ വരയ്ക്കാൻ. നോക്കിയാൽ റഫായിട്ട് ഞാൻ ഒരെണ്ണം വരച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇനി അളന്ന് വരയ്ക്കണം. കാണാൻ പറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഉണ്ടോ? വേണ്ടേ? ഇതൊരു ട്രയാങ്കിളാണ് അല്ലേ? ട്രയാങ്കിളാണ്. ഇവിടെ എന്തുകൊണ്ടാണ് ട്രയാങ്കിൾ? നോക്കിയേ, 1, 2 ഇവിടെ ഉണ്ട് അല്ലേ? രണ്ടുകൂടെ കൂട്ടിമുട്ടുന്നിടത്തും ഒരാംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ എത്രയാണെന്ന് പറയുന്നില്ല. നിങ്ങളോട് അത് എത്രയാണെന്നൊന്നും അല്ല ചോദിച്ചത്. നിങ്ങൾ ഈ ചിത്രം നോട്ട് ബുക്കിലോട്ട് വരയ്ക്കൂ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതേ ചിത്രം നോട്ട് ബുക്കിലോട്ട് വരയ്ക്കും. എങ്ങനെ വരയ്ക്കും? നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്കെയിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, പക്ഷേ സ്കെയിൽ വെച്ച് വരച്ചോണം കേട്ടോ കുഞ്ഞുങ്ങളെ. അതായത് താഴെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു വര വരയ്ക്കുക. നല്ലപോലെ ശ്രദ്ധിക്കണേ, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ചോദ്യങ്ങളാണ്. നമ്മൾ എന്ത് ചെയ്യുക? താഴെ ഒരു നേരെ പെൻസിലും സ്കെയിലും ഉപയോഗിച്ച് വേണം വരയ്ക്കാൻ കേട്ടോ.
ഞാൻ കുറച്ചുകൂടെ തെളിച്ച നിങ്ങൾക്ക് ഇത് കിട്ടാൻ വേണ്ടി, ക്യാമറ കിട്ടാൻ വേണ്ടി പേന വെച്ച് വരച്ചതാണ്. നമ്മൾ എന്ത് ചെയ്തു, എന്നാണ്ടേ ഒരു ലൈൻ സെഗ്മെൻറ്റ് വരച്ചു. ലൈൻ സെഗ്മെൻ്റ് എന്നൊക്കെ പറയാൻ കാര്യം എന്തോന്നൊക്കെ നമുക്ക് എൻ്റെ വീഡിയോ ഫസ്റ്റ് കണ്ടവർക്ക് മനസ്സിലാവും. കണ്ടോ, ലൈൻ സെഗ്മെൻറ്റ് എന്തുവാ എന്ന് പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചില്ലേ കുഞ്ഞുങ്ങളെ. അപ്പം നമുക്കിവിടെ ഒരു വര വരയ്ക്കുക. പക്ഷേ ഇവിടെ നോക്കണേ കുഞ്ഞുങ്ങളെ, ഇവിടെ 4 സെൻറ്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ 4 സെൻറ്റിമീറ്റർ വേണം എടുക്കാൻ. അപ്പോൾ ഇത് വെച്ച് പറ്റത്തില്ല കേട്ടോ, ആ സ്കെയിൽ തന്നെ എടുക്കണം. ഞാനൊരു ഇത് വെച്ച് വരയ്ക്കാമെന്ന് വിചാരിച്ചാൽ. അപ്പോൾ ഇത് 4-ൽ കൂടുതലാണല്ലോ മൊത്തം. വേറൊരു പേപ്പർ വരയ്ക്കാം. കുഞ്ഞുങ്ങളെ നല്ലപോലെ നോക്കണേ കേട്ടോ, പടം നോക്കണേ. ആദ്യമേ 4 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു പടം വരയ്ക്കുക. നോക്കണേ, കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അതെ 4 എടുക്കുമ്പം 0-യിൽ വെച്ചിട്ട് വേണം. 0 എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ സ്കെയിലുണ്ടോ നോക്കണേ. 0 മുതൽ 4 വരെ ഇങ്ങനെ വന്നിട്ട് 4 2 കുത്ത് വന്ന എന്തുകൊണ്ടാണ് അത് പറഞ്ഞപ്പോഴാണ് മുമ്പ് മെഷറിൻ്റെ കാര്യം വന്നത്. അതെ ലൈൻ സെഗ്മെൻറ്റ് വരച്ചു. സംശയമുണ്ടോ? ഇത് നമുക്ക് തന്നിട്ടുണ്ട്. എത്ര കുഞ്ഞുങ്ങളെ? 4 സെൻറ്റിമീറ്ററാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 4 സെൻറ്റിമീറ്ററിന് തന്നെ എഴുതണം കേട്ടോ. ഇനി അറിഞ്ഞിരിക്കണ്ടേ എന്താണെന്നറിയോ? ഒരു സൈഡ് 50 സെൻറ്റിമീറ്റർ ആണ്, ഒരു വശം 50 സെൻറ്റിമീറ്റർ ആണെന്നാണ് കുഞ്ഞുങ്ങളെ അറിഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ എന്തോ എടുക്കണം? കാണാൻ പറ്റുന്നുണ്ടോ? ഒരുപാട് അങ്ങ് സൂം ചെയ്താൽ. ഓക്കെ, ഒരു വശം എത്ര കുഞ്ഞുങ്ങളെ? അപ്പം നമ്മൾ ഈ വശത്ത് വെക്കുക. ഇവിടെ വെച്ചിട്ട് 50 സെൻറ്റിമീറ്റർ. 50 എന്ന് പറയുന്നത് ഇവിടെ ആയിട്ട് വരും. കാണാൻ പറ്റുന്നുണ്ടല്ലോ 50? സംശയമില്ലല്ലോ. 50 എവിടെ വന്നത്? 0, 10, 20, 30, 40, 50 ഇവിടെ ആയിട്ട് വരും. നമ്മളതെന്ത് ചെയ്യുമെന്നറിയോ? സ്കെയിൽ വെച്ചിട്ടേ അങ്ങോട്ട് നീളത്തിൽ, അവിടെ മാത്രമായിട്ട് വെക്കണ്ടാവും നിങ്ങൾ, നീളത്തിലൊരു വരയും കൊടുത്തോണം കേട്ടോ. കറക്റ്റായിട്ട് കൊടുക്കണേ. കണ്ടോ? ഇനി പ്രൊട്രാക്ടർ ഇപ്പുറത്ത് വെക്കണം. അത് കഴിഞ്ഞു. പ്രൊട്രാക്ടർ ഇപ്പുറത്ത് വെച്ചിട്ട് അവിടെയും അവരെത്ര പറഞ്ഞത്? നിങ്ങൾ 50 എടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെയും ഇവിടുന്ന് വേണമുള്ള കേട്ടോ. 0, 10 ഇങ്ങനെ എടുത്തിട്ട് ഇവിടെയും എത്ര എടുത്തു? 50. 50 എന്ന് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു? ഇവിടുന്ന് അങ്ങോട്ട്, ഇവിടുന്നല്ലേ നമ്മൾ എടുത്തത്, ഇവിടുന്ന് അങ്ങോട്ട് കറക്റ്റായിട്ട് വെക്കണേ കേട്ടോ. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പം നിങ്ങൾ ഈ കൊമ്പൊക്കെ എന്തോ ചെയ്യണം? ഞങ്ങൾക്ക് ഇവിടെ അല്ലയോ കിട്ടിയത്, ഇവിടെ അല്ലയോ പ്രൊട്രാക്ടർ വെച്ചിട്ട് കുത്തിയത്, അങ്ങനെ ഒന്നും വിചാരിക്കേണ്ടാവും നിങ്ങളെ. അതെല്ലാം അങ്ങ് മായ്ച്ച് കളഞ്ഞേനെ കേട്ടോ. കാരണം ഇതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. നമ്മുടെ അടുത്ത് പറഞ്ഞത് നമുക്ക് ഇവിടെ എത്ര വരണം? ഇവിടെ എത്ര നിങ്ങളെ? ഇവിടെ 50 വരണം. 50 ഡിഗ്രിയാണേ, 50 ഡിഗ്രിയാണ്. ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ? 50 ഡിഗ്രിയാണ്. ഇവിടെ 4 സെൻറ്റിമീറ്ററാണ്. ഇത് വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പം നമ്മൾ വിചാരിക്കും ടെസ്റ്റിലെ പടം ഇച്ചിരിയുടെ വലുതല്ലേ, ഇതെന്താ ചെറുത്? അങ്ങനെയൊന്നുമില്ല. നമ്മൾ കറക്റ്റ് മെഷർ വെച്ചാൽ എടുത്തേ. ടെസ്റ്റിലെ പടം പോലെ വരയ്ക്കാനാണ് പറഞ്ഞത്. എന്നിട്ട് റബ്ബർ വെച്ചിട്ട് ഈ ഭാഗം അങ്ങ് മായ്ച്ച് കളഞ്ഞാൽ കറക്റ്റ് നമുക്ക് ടെസ്റ്റിലെ പടം കിട്ടും. മനസ്സിലായോ? ടെസ്റ്റിലെ പടം താണ്ടിയതാ കുഞ്ഞുങ്ങളെ, ഞാൻ ഇച്ചിരി വലുതായിട്ട് വരച്ചതാണ്. ഇത്രയും വരയ്ക്കാനേ നമ്മളോട് പറഞ്ഞുള്ളൂ. നമുക്ക് ഇവിടെയും കിട്ടും. ഇവിടെ എത്ര കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഒരു ട്രയാങ്കിളിൻ്റെ മെഷർ എപ്പോഴും എത്ര കുഞ്ഞുങ്ങളെ? ഒരു ത്രികോണത്തിൻ്റെ മെഷർ എപ്പോഴും 180 ആയിരിക്കും കേട്ടോ. ഇനി ആയാലും അറിഞ്ഞിരിക്കണേ. ഇതിൻ്റെ ആവശ്യമില്ല, എന്നാലും ഞാനങ്ങ് പറയാം. ഒരു ത്രികോണത്തിൻ്റെ അളവ് അല്ലെങ്കിൽ ഒരു ട്രയാങ്കിളിൻ്റെ മെഷർ എപ്പോഴും 180 ആയിരിക്കും. അപ്പോൾ ഇവിടെ 50ഉം 50ഉം 100 വന്നാൽ ഇവിടെ എത്ര കുഞ്ഞുങ്ങളെ? 80 ആയിരിക്കും. മൊത്തം കൂടെ എത്ര? 180. നമുക്കത് കാണാനൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ പഠിച്ചുള്ളതുകൂടെ കളയണ്ട. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ പേജ് നമ്പർ 13 ചോദ്യങ്ങളായതെല്ലാം കേട്ടോ. അടുത്ത പേജ് നമ്പർ, ഓക്കെ, അതിൻ്റെ രണ്ടാമത്തെ ചോദ്യം കണ്ടോ? അതായത് അവിടെ തന്നെ വരെ കാണാൻ പറ്റുന്നുണ്ടോ? അതെ, 5 സെൻറ്റിമീറ്റർ നീളത്തിൽ സ്കെയിലിൽ ഒരു വര വരയ്ക്കാം. സ്കെയിലിൽ എടുക്കുക 5 സെൻറ്റിമീറ്റർ. 0 മുതലാണ് എടുക്കേണ്ടത്. 0-ൽ ഒരു കുത്ത്, 5-ലും ഒരു കുത്ത്. ഈ കുത്തിൻ്റെ പോയിൻ്റ് ഇട്ടു. എത്ര? 5 സെൻറ്റിമീറ്റർ. 5 സെൻറ്റി അതുപോലെ തന്നെ എഴുതണം. 5 സെൻറ്റിമീറ്റർ. പ്രൊട്രാക്ടർ എടുക്കുക. 30 ഡിഗ്രി ഈ സൈഡിൽ വെച്ച് എടുക്കുക. 30 ഡിഗ്രി ഈ സൈഡിൽ വെച്ചാണ് എടുക്കേണ്ടത്. 30 ഡിഗ്രി എടുക്കുമ്പോൾ ഇവിടെ വരും. അത് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് പെൻസിൽ ഉപയോഗിച്ചിട്ട് നേരെ അങ്ങ്
ആ കുത്ത് വരെ നിർത്തണ്ടാവും നിങ്ങളെ, മൊത്തത്തിൽ അങ്ങ് വരച്ചോണം കേട്ടോ. ഇനി നോക്കിക്കേ, 90 ഡിഗ്രി പെർപെൻഡിക്കുലർ എന്ന് കേൾക്കുമ്പോഴേ അറിയാം എന്താ 90 ഡിഗ്രി എന്ന് വെച്ചാൽ നമ്മളിവിടെ 5 സെൻറ്റിമീറ്ററിൻ്റെ ഈ ഇത് വെച്ചിട്ട് കറക്റ്റ് സെറ്റ് സ്ക്വയർ ഉണ്ടെങ്കിൽ അത് വെച്ച് വരയ്ക്കുന്നത് കുറച്ചുകൂടെ നല്ലേ. പിന്നെ ഇതായാലും നേരെ വരണമെന്നാണ് പെർപെൻഡിക്കുലർ എന്ന് വെച്ചാൽ അതിങ്ങനെ നേരെ. മുമ്പ് നമ്മൾ പെർപെൻഡിക്കുലർ പറഞ്ഞില്ലേ, നേരെ ലംബം, അത് തന്നെ. അപ്പം നമുക്ക് ഇവിടെ എത്ര വന്നു? 90. ഇവിടെ കട്ട വന്നതൊക്കെ കണ്ടോ? എൻ്റെ ക്ലാസ് കണ്ടവർക്ക് അറിയുന്നുണ്ട്. ഇവിടെ കട്ട എന്ന് വെച്ചാൽ 90 ഡിഗ്രി. ഇവിടെ എത്ര നിങ്ങളെ? 30 ഡിഗ്രി. ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? ഇനി ഇതങ്ങ് മായ്ച്ച് കളയണം കേട്ടോ. റബ്ബർ വെച്ച് മായ്ച്ച് കളയുമ്പോൾ കറക്റ്റ് ഇതുപോലെ തന്നെ കിട്ടും. കറക്റ്റ് മെഷറാണ്. ഇത് ഞാൻ ചുമ്മാ റഫായിട്ട് വരച്ചാൽ, ഇതുപോലെയല്ല ഇതൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. റഫായിട്ട് വരച്ചിട്ട് ഇത് വരച്ച് കാണിക്കാൻ വേണ്ടി കേട്ടോ. ഓക്കെ ആണല്ലോ. 5 സെൻറ്റിമീറ്റർ താഴെ കിട്ടി. ഒരു വശം 90, ഒരു വശം 30. അപ്പോൾ ഇവിടെ എത്ര ആയിരിക്കും? വെറുതെ ഞാനൊന്ന് ചോദിക്കും, എത്ര ആവുന്നില്ലേ? ഒരു ട്രയാങ്കിളിൻ്റെ മെഷർ 180 അല്ലേ? ഇവിടെ നമുക്ക് 90ഉം 30 കൂടെ കൂട്ടിയപ്പോൾ എത്ര വന്ന്? 120 അല്ലേ? 9, 10, 11, 12, 120 അല്ലേ? ഇനി അപ്പോൾ ഇവിടെ എത്ര ആയിരിക്കും? 60 ആയിരിക്കും അല്ലേ? വെറുതെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എന്നാലും നമുക്കിതൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ അത് പഠിച്ചു. അടുത്ത നോക്കൂ നിങ്ങളെ, 2 പടവും കൂടെ ഉണ്ട്. 6 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുക. ഈ പടമാണേ, 6 സെൻറ്റിമീറ്റർ നീളത്തിൽ. 0യിൽ തന്നെ തൊട്ട് വരയ്ക്കണേ. 0 to 6. അത് ഈ 6ൽ വെച്ച് വരയ്ക്കണം. ഇവിടെയും ഇവിടെയും പേന വെച്ച് വരയ്ക്കണോ? 0 to 6. ഈ കുത്തിടുന്നതിൻ്റെ കാര്യം ഇതാവും ഞങ്ങൾ കേട്ടോ. ഇവിടെ വരെ ഉണ്ടെന്നുള്ളതിനാണ്. ഇനി നോക്കിയേ, 20 ഡിഗ്രി എടുക്കാൻ. അപ്പോൾ ഇപ്പുറത്ത് വെച്ചിട്ട് 20 എന്ന് വെച്ചാൽ അതാണ്ട് ഇവിടെ വരെ വരും. അപ്പം നമ്മൾ 20 ഡിഗ്രി അങ്ങോട്ട്. ഇവിടെയൊക്കെയാണ് വെക്കുന്നതെന്ന് അറിയാമേ. 20 അങ്ങോട്ട് വെച്ച് വളഞ്ഞു പോയി അല്ലേ? അടുത്ത ഇപ്പുറത്തെ പൊട്രാക്ടർ വെച്ചിട്ട് 20 ഡിഗ്രി ഇപ്പുറത്ത് വെക്കണം. നമ്മൾ ഇവിടെ ആ പൊട്രാക്ടർ വെക്കുന്നെങ്കിൽ ഇവിടുന്ന് വേണം അളക്കാൻ. അതൊക്കെ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതാ. ഇനി ഇപ്പുറത്താണ് വെക്കുന്നതെങ്കിൽ കേട്ടോ, അതറിയാമല്ലോ. 20 ഇങ്ങോട്ടും വരച്ചു. അപ്പം നമുക്ക് മേളിലത്തെ കിട്ടി. എത്ര നിങ്ങളെ? ഇവിടെ 20 ഇവിടെയും 20 അല്ലേ? ഇവിടെ 6 സെൻറ്റിമീറ്റർ ആണ്. അത്രയും കിട്ടി. ഇനി നമ്മൾ താഴത്തെ എങ്ങനെ എടുക്കും? ഈ 20ഉം ഈ 20ഉം ഒക്കെ എങ്ങനെ എടുക്കും? ഇതേ ഉള്ളൂ നിങ്ങളെ. പൊട്രാക്ടർ മുമ്പ് പറഞ്ഞില്ല, റിഫ്ലെക്സ് ആംഗിൾ, തല തിരിച്ച് വെക്കുക. അണ്ടേ ഇവിടെ വെച്ചിട്ട് 20 കണ്ടേ, ഈ സൂര്യനെ കണ്ടോ? ഈ വര കണ്ടോ? 0യെ തന്നെ വെക്കണേ. എന്നിട്ട് ദാണ്ട് ഇവിടെ വെക്കുമ്പോൾ ഇവിടെ വരും. അപ്പം നമ്മൾ ഇവിടെ അല്ലേ വെച്ചത് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് വേണം വരയ്ക്കാൻ. ഇങ്ങോട്ട്. ഇനി ഇപ്പുറത്ത് വെക്കുക. ഇപ്പുറത്ത് വെച്ചിട്ട് 20 എവിടെ ആവും നിങ്ങളെ? ഇവിടെ അല്ലേ? എന്നിട്ട് അതെ ഇങ്ങോട്ട് വെക്കുക. കണ്ടോ? അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടി? 20 കിട്ടി. ഇവിടെ നമുക്ക് 20 കിട്ടി. ഇത്രയേ ഉള്ളൂ. നീ ഇതങ്ങ് മായ്ക്കാം. അപ്പോൾ നോക്കിയോ കുഞ്ഞുങ്ങളെ, മായ്ച്ചപ്പോൾ കണ്ടോ? ഇത് മായ്ച്ചില്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ അളവ് കറക്റ്റ് അങ്ങനെ വെച്ചെങ്കിലേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ? ഇവിടെ ഒരു ആംഗിൾ വന്ന്, ഇവിടെയും ഒരു ആംഗിൾ വന്ന്. കേട്ടോ? മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ഇവിടെയും വരയ്ക്കാൻ പറഞ്ഞതാണ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണോ നിങ്ങളെ? അപ്പോൾ ഇവിടെയും വരും. നോക്കി, ഈ ട്രയാങ്കിൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരും. ഈ ട്രയാങ്കിളിൻ്റെ മെഷർ അപ്പോൾ എത്ര ആയിരിക്കും നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ നോക്കി, ഇവിടെ ഒരു ട്രയാങ്കിൾ, ഇവിടെയും ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഇവിടെ എത്ര ആയിരിക്കും? ചുമ്മാ ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഇത് ചോദിച്ചിട്ടൊന്നുമില്ല, ഒന്ന് അറിയാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ഇതേപോലെ അല്ല ഇത്, കാരണം ഇത് റഫായിട്ട് ഇതുപോലെ വരയ്ക്കാൻ വേണ്ടി അത് കാണിച്ചതേ ഉള്ളൂ. ടെസ്റ്റിലെയാണ് ഈ അളവ് കറക്റ്റാണ്. ദാണ്ട് ഇവിടെയും എന്ത് ചെയ്യണം കുഞ്ഞുങ്ങളെ? വരച്ച് കഴിഞ്ഞിട്ട് ദാണ്ടത് മായ്ച്ച് തരും കേട്ടോ. അപ്പോൾ ഒരു വൃത്തി വരും കേട്ടോ. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് ലാസ്റ്റ്. നോക്കൂ കുഞ്ഞുങ്ങളെ, ഇവിടെ താഴത്തെ മെഷർ എത്രയാ നോക്കാം. അപ്പോൾ നോക്കി കുഞ്ഞുങ്ങളെ, താഴത്തെ മെഷർ 5 സെൻറ്റിമീറ്റർ. അപ്പം നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് താഴെ 5 സെൻറ്റിമീറ്റർ വരയ്ക്കുക. നോക്കണേ, 0യിൽ വെച്ചിട്ട് 0 to 5 നല്ലപോലെ നോക്കണേ. 0 to 5 കണ്ടോ? ഇനി എന്താ ചെയ്യുന്നത്? ആ പടം നോക്കിക്കേ. 60 ഡിഗ്രി നോക്കണേ. എവിടെ വെക്കുന്നതെന്ന്? ഇവിടെ 60 ഡിഗ്രി എന്ന് പറയുന്നത് പൊട്രാക്ടർ വെക്കാൻ പഠിപ്പിച്ചതാന്നേ, കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഇവിടെ ആ സൂര്യൻ്റെ താണ്ടി വരയെ തന്നെ വിടാം. എന്നിട്ട് 0യിലാണ് എത്ര? 60 ഡിഗ്രി. 60 ആകുമ്പം ദാ ഇവിടെ വരും. അപ്പം നമ്മൾ 60 ഡിഗ്രി നേരെ വരയ്ക്കുക. 60 ഡിഗ്രി നേരെ വരയ്ക്കുക കേട്ടോ. ഇനി ഇപ്പുറത്തോ? 120 ഡിഗ്രിയാണ് ഇപ്പുറത്ത് പറഞ്ഞത്.
ഈ പടം പോലെ തന്നെ ആവണം ഇത് കേട്ടോ. കാരണം 120 എന്ന് പറയുമ്പോഴേ നമ്മളിപ്പോൾ ഇവിടെയായി എടുക്കുന്നതെങ്കിൽ നോക്കണേ കുഞ്ഞുങ്ങളെ, 120 നമ്മൾ എന്ത് ചെയ്യും, ഇവിടെയായി എടുക്കുന്നതെങ്കിൽ നമ്മൾ ഇത് പോയിട്ട് എന്തോ ആയിട്ട് ഒരു ട്രയാങ്കിളായിട്ട് അങ്ങ് മാറും. സംശയമുണ്ടോ? 120 നമ്മൾ ഇവിടെയാണ് എടുക്കുന്നതെങ്കിൽ ഇത് ഞാൻ വരച്ചിങ്ങനെ പോകുമ്പോൾ ഇതൊരു ട്രയാങ്കിളായിട്ട് മാറും. പക്ഷെ നമ്മളോട് പറഞ്ഞ എന്താ, അതാണ്ട് ഒരു പാരലോഗ്രാം ആണ് അല്ലേ. അപ്പോൾ എന്താ, ഈ 120 അതാണ്ട് ഇവിടുത്തെയാണ് എടുക്കേണ്ടത് കേട്ടോ, ഇപ്പുറത്തെയാണ്. എന്നിട്ട് അത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുക. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യുക. ഇനി നമ്മളോട് ഈ സൈഡ് ഒരു 3 സെൻറ്റിമീറ്ററേ പറഞ്ഞിട്ടുള്ളൂ. 3 സെൻറ്റിമീറ്റർ. ഇവിടെ നമ്മളെടുത്തു 60 ഡിഗ്രിയാണ്, ഇവിടെ നമ്മളെടുത്തു 120 ഡിഗ്രിയാണ്, ഇവിടെ നമ്മളെടുത്തു 5 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇവിടെ ഈ സൈഡ് ഒരു 3 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ സ്കെയിൽ വെച്ചിട്ട് കേട്ടോ 3 സെൻറ്റിമീറ്റർ അളക്കുക. സ്കെയിൽ വെച്ചിട്ട് കണ്ടോ, സ്കെയിൽ എടുത്തിട്ട് 3 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഒരു കുത്ത് കൊടുക്കുക. ഇവിടെ അതുപോലെ സ്കെയിൽ എടുത്തിട്ട് 3 സെൻറ്റിമീറ്ററിൽ ഒരു കുത്ത് കൊടുക്കുക. എന്നിട്ട് രണ്ടും കൂടി യോജിപ്പിക്കുക. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ബാക്കി വായിച്ച് കളയുക. ബാക്കി വരുന്നതിനെ മായ്ച്ച് കളയുക. കാരണം അതിന് ആവശ്യമില്ല. നമ്മൾ കണ്ടോ, ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഈ 4 ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിലെ നമ്മുടെ ആദ്യം തുടക്കുന്ന കണക്കുകളാണ് കേട്ടോ. ആദ്യമേ നമ്മൾ എങ്ങനെയാ എന്തോ എന്നൊക്കെയാണ് ആദ്യത്തേത് നമ്മൾ പറഞ്ഞത്. ഇപ്പം ചെയ്ത ഈ 4 കണക്ക് മുതലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കേട്ടോ. അത് നല്ലപോലെ അറിയണം. ഒന്നാമത്തേതാണെങ്കിൽ ദാണ്ട് ഇങ്ങനൊരു പടം തന്നിട്ട് എങ്ങനെ വരയ്ക്കുമെന്നായിരുന്നു കേട്ടോ. അത് നമ്മൾ എങ്ങനെ വരച്ചു, ആദ്യമേ 4 സെൻറ്റിമീറ്റർ എടുത്തിട്ട് എന്താ കോമ്പസ് ഇവിടെ, പ്രൊട്രാക്ടർ ഇവിടെ വെച്ചിട്ട് 50, പ്രൊട്രാക്ടർ ഇപ്പുറത്ത് വെച്ചിട്ട് 50. അപ്പം നമുക്ക് പടം കിട്ടി. രണ്ടാമത്തെയോ, ഒരു സൈഡ് പെർപെൻഡിക്കുലർ ആണ് അല്ലേ, ഒരു സൈഡ് പെർപെൻഡിക്കുലർ ആണ്. പക്ഷെ അത് വരയ്ക്കുന്നതിന് മുമ്പേ ഇവിടെ 30 ഡിഗ്രി അളന്നെടുത്തിട്ട് നേരെ വരയ്ക്കുക. അതും പഠിച്ചു. അടുത്തതോ അതെ 2 ട്രയാങ്കിൾ. നമ്മളൊന്നും ഏത് പടമാണെങ്കിലും എന്താ അതിൻ്റെ മെഷർ തന്നിട്ടുണ്ട്, ഡിഗ്രി അളവ് തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ച് അങ്ങ് ചെയ്താൽ മതി. എളുപ്പമല്ലേ കുഞ്ഞുങ്ങളെ. ആദ്യമൊക്കെ തെറ്റൊക്കെ കാണുമായിരിക്കും, പക്ഷെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. 2-3 വട്ടമൊക്കെ ചെയ്ത് പഠിക്കണം കേട്ടോ. ഓക്കെ, മനസ്സിലായെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ കുഞ്ഞുങ്ങളെ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഇട്ടുതരാം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.